നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി വീണ്ടും ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. യുദ്ധം അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുടനീളം പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണ്. അതായത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് നമ്മുടെ പ്രദേശത്ത് പോകുന്നുണ്ടെങ്കിൽ അത്തരം പ്രദേശങ്ങളിലേക്ക് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉൾപ്പെടെ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള കേന്ദ്ര നിർദ്ദേശം വന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് എത്രയും വേഗം നമുക്ക് സിറ്റി ഗ്യാസ് പദ്ധതികളിലോ അല്ലെങ്കിൽ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് പദ്ധതികളിലോ അംഗത്വം എടുക്കുക, എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് നിലവിൽ അപേക്ഷ നൽകി ബന്ധപ്പെട്ട കണക്ഷൻ എടുത്തുകൊള്ളുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇന്ധനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഇനി അത് മാത്രമല്ല, നമുക്ക് 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടർ രാജ്യത്ത് സുലഭമാണ്. നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നിവയുടെ മിനി ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാണ്. ഇന്ത്യൻ ഓയിലിന്റേത് ചോട്ടു ഗ്യാസ് സിലിണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളോ മുൻകൂട്ടിയുള്ള ബുക്കിംഗോ ആവശ്യമില്ലാതെ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. 5 കിലോ ഭാരം വരുന്ന ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിന് ഏകദേശം 500 മുതൽ 550 രൂപ വരെ ചിലവിൽ ലഭ്യമാണ്. ഇത് തീർന്നാൽ അടുത്ത ദിവസം തന്നെ റീഫിൽ ചെയ്ത് വാങ്ങാനും കഴിയും. നിലവിൽ നമ്മുടെ രാജ്യത്ത് മാർച്ച് മാസം 23-ാം തീയതിക്ക് ശേഷം 6.5 ലക്ഷത്തോളം ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. നമുക്കും ഈ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനായി ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് സമർപ്പിച്ചാൽ മതി. മേൽവിലാസം രേഖയോ മുൻകൂട്ടിയുള്ള ബുക്കിംഗോ ആവശ്യമില്ല. ഇത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനായി ഏകദേശം 25 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നൽകണം. 2021 മുതൽ 25 രൂപയാണ് ഈ ചാർജ്. ഇത് വീടുകളിലേക്ക് മാത്രമല്ല, വ്യവസായശാലകളിലേക്കോ മറ്റു ആവശ്യങ്ങൾക്കോ കൊണ്ടുപോകാനും സാധിക്കും. 5 കിലോ ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാണെന്ന കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യസമയത്ത് ബുക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. നഗരപ്രദേശങ്ങളിൽ 35 ദിവസത്തിന് ശേഷം, ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തിന് ശേഷം വീണ്ടും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ അവസാനമായി ഗ്യാസ് എടുത്തത് എപ്പോഴാണെന്ന് മറന്നാൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി, എത്ര ദിവസത്തിന് ശേഷം ബുക്ക് ചെയ്യാം തുടങ്ങിയ വിവരങ്ങൾ SMS ആയി ലഭിക്കും. അതിലൂടെ അടുത്ത ബുക്കിംഗ് തീയതിയും അറിയാനായിട്ട് കഴിയുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.